ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ചുണ്ട് ശ്രദ്ധിച്ചത്. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പിഗ്മെൻറ്റേഷൻ ആയിട്ടൊക്കെ ഇരിക്കുന്നു. സോ എനിക്ക് പനി കൂടിയാണ് ഗൈസ്. പനിയായിട്ട് ഞാൻ പോയി കുളിച്ചു. എൻ്റെ ഡിറ്റർമിനേഷൻ എനിക്ക് വയ്യ. സോ അപ്പോൾ അങ്ങനത്തെ ചുണ്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഹോം റെമഡിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചസാരയാണ്. പിന്നെ ഞാനിവിടെ എടുക്കണ എണ്ണയെന്ന് പറയുമ്പോൾ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് എണ്ണ വേണമെങ്കിലും എടുക്കാം. സോ ഞാൻ എൻ്റെ ചുണ്ടിന് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്കറിയാം എൻ്റെ ബുധറൻ ചുണ്ടാണ്. സോ ആ ചുണ്ടിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതേപോലെ തന്നെ പാരച്യൂട്ടിൻ്റെ ഓയിലും കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് നല്ലോണം റബ്ബ് ചെയ്യുക. അതായത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടല്ല റബ്ബ് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടാലും ഞാൻ പതുക്കെയാണ്, അധികം വേദന എടുക്കാത്ത രീതിയിലാണ് ചുണ്ടിൽ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചുണ്ട് പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. സോ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് പതുക്കെ സർക്കിൾ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ റബ്ബ് ചെയ്തത്. അതായത് ക്ലോക്ക് വൈസിലാണ് ഞാനിപ്പോൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് അധികം നേരം ഒരു 10 to 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റബ്ബ് ചെയ്യുക. മെസ്സി ആകും, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട. എന്തെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെയ്യുക. സോ നമ്മളൊരു 10 to 15 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുണ്ട് കൊണ്ടും ജസ്റ്റ് അങ്ങനെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു തുണി കൊണ്ട് അതൊന്ന് തുടക്കുന്നുണ്ട് ഗൈസ്. മൈക്രോ ഫാബ്രിക്കിൻ്റെ തുണിയാണെങ്കിൽ അത്രയും നല്ലത്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഒരു ഫർ മെറ്റീരിയലിൻ്റെയാണ്. തുമ്മൽ കൊണ്ട് ഞാനൊന്ന് മടുത്തു ഗൈസ്. ഇന്ന് ഞാൻ എത്രാമത്തെ തുമ്മണേന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ല. കാരണം എനിക്ക് നല്ല പനിയുണ്ട്. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ചുണ്ടിൻ്റെ കളർ വ്യത്യാസം കാണാൻ പറ്റും. പെട്ടെന്നൊരു ഒരു കളർ വെച്ച പോലെയല്ലേ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ബാമും കൂടി തേക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ എന്താണെങ്കിലും ഒരു ഹൈഡ്രേഷനായിട്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് തേക്കുന്നത്. ഇതിൻ്റെ ഈ ട്യൂബ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാനതിൻ്റെ ആത്മാവ് വരെ ഞെക്കി പുറത്തെടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്കും നല്ല ഒരു ലിപ് ബാമാണ് ഗൈസ്. അതിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് ഞാനിതിൻ്റെ ആത്മാവ് വരെ നെക്കി പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഫോക്സ്ടെയിലിൻ്റെയാണ്. ഫോക്സ്ടെയിലിൻ്റെതും കൊള്ളാം, പക്ഷേ അതിന് കൂടുതലും പിഗ്മെൻറ്റേഷനാണുള്ളത്. ഇതിന് പിഗ്മെൻറ്റേഷൻ അല്ല ഗൈസ്, ഇതിന് നല്ല ട്രാൻസ്പെറൻറ്റ് രീതിയിൽ തന്നെയാണ്. പക്ഷേ അടിപൊളിയായിട്ട് നമ്മളെ ചുണ്ടിനെ നറിഷ് ചെയ്ത് വയ്ക്കാനായിട്ട് ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്ക്രബ് കാണിച്ചേക്കണത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.